നമ്മൾ മലയാളികൾ ആരും ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ബംഗാളി ചേച്ചിന്റെ റെസിപ്പിയാണ് ഗൈസ്. രാജശേഖര റെഡ്ഡി ചിക്കൻ ഫ്രൈ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഫസ്റ്റ് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു 5-10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല അത്രയും മുളക് വാരിക്കോരി ഇടാം, പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പും വാരിക്കോരി ഇട്ട് കൊടുക്കുക. അതിൽ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണം ഇടാം. പിന്നെ രാജശേഖര റെഡ്ഡിന്റെ പിക്ചർ വരുന്ന മുളക് പൊടി വേണം കേട്ടോ. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 1 കിലോ ചിക്കനിലേക്ക് ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ രാജശേഖര റെഡ്ഡിന്റെ മുളകും ഇട്ട് കൊടുക്കുക ഗൈസ്. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. അതിലേക്ക് ഒരു മുട്ട പൊടിച്ച് വെക്കുക, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചിക്കനിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പുതിയൊരു പാത്രം ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ഉമ്മാന്റെ കൈയും കാലും പിടിച്ചിട്ട് ഇറക്കിയാൽ വീട്ടിൽ നല്ല വൃത്തിക്ക് വയറിലാകുന്നുണ്ട് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ചിക്കൻ പീസസും അതിന്റെ മസാലയിലും വാരി ഇട്ടതിനാല് നമ്മളെ രാജശേഖർ റെഡ്ഡി ചിക്കൻ ഫ്രൈ റെഡി ആയി ഗൈസ്. ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നശിച്ചാണ്. ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യണേ ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഈ 2 തൊപ്പിയുടെ ചങ്ങായിമാരാണ് രാജശേഖർ റെഡ്ഡി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അതേക്കും ചിക്കൻ ഫ്രൈന്റെ പേരിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കേ.